ആദ്യം തന്നെ പരിശുദ്ധ അമ്മയ്ക്കും തിരുക്കുമാരനും 1000 നന്ദി. എൻ്റെ പേര് ജിഷ. ഞാൻ പാലായിൽ നിന്നാണ് വരുന്നത്. ഞാനിപ്പോൾ ഇവിടെ നിൽക്കുന്നത് പരിശുദ്ധ അമ്മയുടെയും മാധ്യസ്ഥം വഴിയും തിരുക്കുമാരൻ വഴിയും ലഭിച്ച അനുഗ്രഹങ്ങൾ പങ്കുവയ്ക്കാനാണ്. ആദ്യമായി തന്നെ എനിക്ക് ലഭിച്ച അനുഗ്രഹം 2019 റൈറ്റ് ഹാൻഡിൽ പ്രയർ റിക്വസ്റ്റ് വഴിയായിരുന്നു. അന്ന് എനിക്ക് സൗദി കൗൺസിൽ പ്രോമെട്രിക് എക്സാം എഴുതേണ്ടതുണ്ടായിരുന്നു. അത് നല്ല ഡിഫിക്കൽട്ടായിട്ടുള്ള എക്സാമാണ്. എനിക്ക് നല്ല ടെൻഷനുണ്ടായിരുന്നു കിട്ടുമോ എന്ന്. പക്ഷേ അമ്മയുടെ മാധ്യസ്ഥം വഴി എനിക്ക് അത് ഫസ്റ്റ് അറ്റംപ്റ്റിൽ തന്നെ പാസ്സാവാൻ പറ്റി. പിന്നീട് 2023 ഞാൻ ഉടമ്പടി ആദ്യമായിട്ട് എടുത്തത്. ഞാൻ സൗദിയിൽ ജോലി ചെയ്തിരുന്നതുകൊണ്ട് തന്നെ ഉടമ്പടി എടുത്താൽ അതിലെല്ലാ കാര്യങ്ങളും എനിക്ക് നന്നായിട്ട് കംപ്ലീറ്റ് ആയിട്ട് ചെയ്യാൻ പറ്റുമോ എന്ന് എനിക്കറിയില്ലായിരുന്നു. എങ്കിലും ഞാൻ എടുത്തു. അതിനുശേഷം ഞാൻ OET എക്സാം എഴുതി. OET എക്സാം 5ാമത്തെ തവണയാണ് എനിക്ക് കിട്ടിയത്. അതിന് മുന്നേയൊക്കെ എഴുതിയെങ്കിലും ചെറിയ മാർക്കിൻ്റെ വ്യത്യാസത്തിലൊക്കെ കിട്ടിയിരുന്നില്ല. പിന്നീട് ഞാൻ എക്സാമിന് പോയപ്പോൾ ഉടമ്പടി കാശുരൂപവും ഉപ്പുമൊക്കെ ആയിട്ട് എക്സാമിന് പോയത്. അതിലും പല മോഡ്യൂളുകളും എനിക്ക് ഡിഫിക്കൽട്ടായിരുന്നു. നല്ല രീതിയിൽ പെർഫോം ചെയ്യാൻ പറ്റിയില്ല. അമ്മ കൂടെ ഉണ്ടായിരുന്നത് കൊണ്ട് മാത്രം എനിക്കതിൽ വിജയിക്കാൻ പറ്റി. അതിന് അമ്മയ്ക്ക് 1000 നന്ദി പറയുന്നു. പിന്നീട് ഞാൻ ഉടമ്പടി പുതുക്കിയത് 2024 അതിനുശേഷം എനിക്ക് UK പോകാനായിരുന്നു ആഗ്രഹം. പക്ഷേ ഇൻ്റർവ്യൂസ് ഒന്നും വന്നില്ല. അതുകൊണ്ട് അയർലൻഡിനുള്ള പേപ്പർ വർക്കുകൾ തുടങ്ങാമെന്ന് വിചാരിച്ചു. പക്ഷേ എനിക്കതിന് കിട്ടുമോ എന്ന് നല്ല സംശയമുണ്ടായിരുന്നു. കാരണം അയർലൻഡിന് ഒത്തിരി പേപ്പർ വർക്കുകളുണ്ട്, ഒത്തിരി സമയവും എടുക്കാറുണ്ട്. എങ്കിലും ഞാൻ അമ്മയോട് മാധ്യസ്ഥം അപേക്ഷിച്ചുകൊണ്ട് എല്ലാ പേപ്പർ വർക്കുകളും തുടങ്ങി. അതെല്ലാം തന്നെ തടസ്സങ്ങളൊന്നും കൂടാതെ നടക്കുകയും പിന്നീട് അതിൽ എല്ലാം ഡിസിഷൻ ലെറ്റർ കിട്ടുകയും ഇൻ്റർവ്യൂ ഒക്കെ കിട്ടാൻ പാടായിരുന്നെങ്കിലും ഇൻ്റർവ്യൂ റെയറായിട്ടായിരുന്നു വന്നുകൊണ്ടിരുന്നത്. എനിക്കൊരു ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്യാൻ പറ്റി. അതിൽ പാസ്സാവുകയും എല്ലാ കടമ്പകളും കടന്ന് എനിക്ക് ഈ കഴിഞ്ഞ മെയ്യിൽ അയർലൻഡിലേക്ക് പോകുവാനും പറ്റി. പിന്നെ ഉടമ്പടി എടുത്തത് വഴി എനിക്ക് ഇതിന് മുന്നേയൊക്കെ ഞാൻ പ്രാർത്ഥനകളൊക്കെ എല്ലാ ദിവസവും കുടുംബ പ്രാർത്ഥനകളും ഒക്കെ ഉണ്ടായിരുന്നു. പള്ളിയിൽ പോകാൻ പറ്റുമ്പോഴൊക്കെ പോകുമായിരുന്നു. പക്ഷേ ഉടമ്പടി എടുത്തതിന് ശേഷം കൂടുതൽ പ്രാർത്ഥനയ്ക്ക് സമയം ചെലവഴിക്കുവാനും പള്ളിയിൽ പോകുവാനും വിശുദ്ധ കുർബാനയിൽ പങ്കെടുക്കുവാനും ഒക്കെ കൂടുതലായിട്ട് പരിശ്രമിച്ചു. അതുപോലെ തന്നെ ഉടമ്പടി എടുത്തതിന് ശേഷമാണ് എനിക്ക് കൂടുതൽ മറ്റുള്ളവരോട് ക്ഷമിക്കുവാനും സ്നേഹിക്കുവാനും ഒക്കെയുള്ള കൃപ ലഭിച്ചു. പിന്നീട് അയർലൻഡിൽ വന്നതിന് ശേഷമുള്ള ഒരു കടമ്പ അവിടുത്തെ ആപ്റ്റിറ്റ്യൂഡ് എക്സാം ആയിരുന്നു. അത് നല്ല ബുദ്ധിമുട്ടാണ്. എനിക്ക് എൻ്റെ കഴിവ് കൊണ്ട് കിട്ടുകയില്ലെന്ന് എനിക്കറിയാമായിരുന്നു. അമ്മയെ കൂട്ടുപിടിച്ച് അമ്മയുടെ കൂടെ പോയി ഞാൻ എക്സാം എഴുതി. അമ്മ എനിക്ക് അതിൽ ആദ്യത്തെ അറ്റംപ്റ്റിൽ തന്നെ എനിക്കതിൽ വിജയിക്കാൻ പറ്റി. അങ്ങനെ ഞാൻ ജോലിക്ക് കയറി. അത് കഴിഞ്ഞ് ഉടമ്പടി വസ്തുക്കൾ ഒക്കെ ഞാൻ എൻ്റെ ഫ്രണ്ട്സിനൊക്കെ കൊടുക്കുമായിരുന്നു. ഉപ്പും അതുപോലെയുള്ളതൊക്കെ അവർക്കൊക്കെ അതിൻ്റെ അനുഗ്രഹങ്ങൾ കിട്ടിയിട്ടുണ്ട്. പിന്നീട് ഉടമ്പടി തൈലം ഉപയോഗിച്ച് എൻ്റെ ഹസ്ബൻഡിൻ്റെ കാലിനൊരു മുട്ടുവേദന ഉണ്ടായിരുന്നു. ആയുർവേദ ട്രീറ്റ്മെൻറ്റൊക്കെ ചെയ്തെങ്കിലും അത് കുറഞ്ഞില്ല. എല്ലാ ദിവസവും ഉടമ്പടി പ്രാർത്ഥന ചെല്ലുമ്പോൾ ഞങ്ങൾ ആ തൈലം പുരട്ടി പ്രാർത്ഥിക്കുമായിരുന്നു. അതുവഴിയിൽ ഹസ്ബൻഡിൻ്റെ കാലിൻ്റെ മുട്ടുവേദന മാറിക്കിട്ടി. പിന്നീട് കാരുണ്യപ്രവൃത്തികളായിട്ട് എനിക്ക് സൗദിയിലായിരുന്നുകൊണ്ട് അങ്ങനെയൊന്നും ഓർഫനേജുകളിലോ അങ്ങനെയൊന്നും പോയി ചെയ്യാനൊന്നും പറ്റിയിട്ടില്ല. സാമ്പത്തികമായിട്ട് രോഗികളായിട്ടുള്ളവർക്ക് ഹോസ്പിറ്റലിൽ ട്രീറ്റ്മെൻറ്റിന് അത്യാവശ്യമുള്ളവർക്കൊക്കെ സാമ്പത്തികമായി സഹായിക്കാൻ പറ്റിയിട്ടുണ്ട്. പിന്നെ പ്രേക്ഷിത പ്രവർത്തനം എന്ന് പറയുമ്പോൾ ഞാൻ കൃപാസനം പത്രം വിതരണം ചെയ്തിട്ടുണ്ട്. പിന്നീട് അച്ഛൻ്റെ ധ്യാനങ്ങൾ എല്ലാ ചൊവ്വാഴ്ചയും കൂടുകയും അത് ഷെയർ ചെയ്യുകയും ചെയ്യാറുണ്ട്. എപ്പോഴും എല്ലാ പരിശുദ്ധ അമ്മ വഴി ലഭിച്ച എല്ലാ അനുഗ്രഹങ്ങൾക്കും പരിശുദ്ധ അമ്മയ്ക്കും തിരുക്കുമാരനും 1000 നന്ദി പറയുന്നു. ഇനിയുള്ള ജീവിതത്തിലും പരിശുദ്ധ അമ്മയോട് സഹായം പ്രിയപ്പെട്ട മകളായിട്ട് വളരുവാൻ ഞങ്ങളുടെ കുടുംബത്തിൽ എൻ്റെ കുഞ്ഞുങ്ങളും ഹസ്ബൻഡും അമ്മയുടെ ഈശോയോടും ചേർന്ന് നിന്ന് ജീവിക്കുവാനായിട്ട് കൃപ ലഭിക്കുവാനായിട്ട് എല്ലാവരുടെയും മാധ്യസ്ഥം ഞാൻ അപേക്ഷിക്കുന്നു. 1 സാമുവേൽ 18:14 കർത്താവ് കൂടെ ഉണ്ടായിരുന്നതിനാൽ എല്ലാ ഉദ്യമങ്ങളിലും ദാവീദ് വിജയം വരിച്ചു. ജിഷ ജേക്കബ് എന്ന ഈ സഹോദരി തൻ്റെ പ്രോമെട്രിക് എക്സാം പാസ്സാവുന്നതിന് OET പരീക്ഷ വിജയിക്കുന്നതിന്
അയർലൻഡിൽ പോകുന്നതിനുള്ള പ്രോസസ്സ് വിജയകരമാകുന്നതിന് പരിശുദ്ധമ്മയുടെ തിരുനടയിൽ ആദ്യം ലൈറ്റ് ക്യാൻഡിൽ പ്രേരിട്ടും പിന്നീട് ഉടമ്പടി ജീവിതത്തിലൂടെയും എങ്ങനെ അമ്മയോടൊപ്പം സഞ്ചരിച്ചുവെന്ന് സാക്ഷ്യപ്പെടുത്തുകയാണ്. ഉടമ്പടിയിൽ നമുക്ക് ലഭിക്കുന്നത് ഒരു ആത്മധൈര്യമാണ്. കൂടെ പരിശുദ്ധ അമ്മയുണ്ട്. ഞാൻ ഏതൊരു ജീവിത ക്ലേശത്തിൻ്റെ അവസ്ഥയിലൂടെ മുന്നേറുമ്പോഴും അത് പരിഹരിക്കുവാനും എനിക്ക് വഴികാട്ടുവാനും അമ്മയുടെ സാന്നിധ്യം ഈശോയുടെ സന്നിധിയിൽ നിരന്തരം കുപ്പുകരത്തിൻ്റെ പ്രാർത്ഥനയുമായി ചേർന്ന് നിൽക്കും. അതുകൊണ്ട് ഞാൻ പഠിച്ചതിനപ്പുറം എനിക്ക് അതിൽ പങ്കെടുക്കുവാൻ, പരീക്ഷ വിജയിക്കുവാൻ, ഞാൻ മറന്നു പോകുകയോ എക്സ്പ്രസ് ചെയ്യുമ്പോൾ എനിക്ക് തന്നെ പറ്റാതിരിക്കുകയോ ചെയ്യുന്ന നിമിഷങ്ങളിലും എനിക്ക് വേണ്ടി പരിശുദ്ധമ്മ സംസാരിക്കുകയും എൻ്റെ ജീവിത വിഷയങ്ങളെ പരിഹരിച്ചുകൊണ്ട് ഞാൻ ദൈവനാമത്തെ മഹത്വപ്പെടുത്തി ജീവിക്കുമ്പോൾ അമ്മ മാതാവ് എൻ്റെ ഭൗതിക ജീവിതത്തിൻ്റെ പോരായ്മകളെ പരിഹരിച്ചുകൊണ്ട് ജീവിതത്തിൽ മേൽഗതി പ്രാപിക്കുവാൻ എന്നെ സഹായിക്കുമെന്നത് ഉടമ്പടിയിലൂടെ നമുക്ക് ലഭിക്കുന്ന ഒരു ഉറപ്പാണ്. അമ്മ മാതാവ് 6 കൽഭരണികൾ നിറയെ വെള്ളം കോരി അത് ശിഷ്യന്മാരെ അത് നിൽക്കുമ്പോൾ ഈശോ പറയുന്നത് പോലെ ചെയ്യുവിനെന്ന് അവരോട് പറയുന്ന അത് ഈശോ ആദ്യത്തെ അത്ഭുതത്തിന് കാരണമാക്കി മാറ്റുമ്പോൾ നമ്മോട് പറയുന്നുണ്ട്, നിൻ്റെ കുറവുകൾ എത്ര വലുതാണെങ്കിലും ആ കുറവിന് മേൽ എൻ്റെ ഒരു വാക്കുകൊണ്ട് എൻ്റെ പുത്രൻ നൽകുന്ന അനുഗ്രഹത്താൽ നീ കൂടുതൽ ശ്രേഷ്ഠമായ ജീവിതത്തിലേക്ക് ഉയർത്തപ്പെടുവാൻ സാധ്യതയുള്ളതാണ്. അത് സുനിശ്ചിതമായൊരു വഴിയുള്ളതാണ്. അതുകൊണ്ട് എന്നെ ചേർത്ത് പിടിച്ചുള്ള ജീവിതത്തിന് നിൻ്റെ ഭാരങ്ങൾ ലഘൂകരിക്കപ്പെടും. നിൻ്റെ സമയത്തിന് കുറവ് മതി. നിൻ്റെ അധ്വാനത്തിന് ഞാൻ ഫലമണിയിച്ചുകൊണ്ട് ഞാൻ എൻ്റെ മകൻ്റെ സാക്ഷിയായ ലോകത്തിൽ നിലനിർത്തുമെന്ന്. പ്രിയമുള്ളവരെ, പഠിക്കുന്നവർ, പരീക്ഷ എഴുതുന്നവർ, പഠിച്ചിട്ട് മറന്നു പോകുന്നവർ, പലതവണ പരീക്ഷ എഴുതിയിട്ടും പരാജയപ്പെട്ടു പോകുന്നവർ, ഒരു തരത്തിലും മുന്നോട്ട് പോകുവാനാവില്ലെന്ന് കരുതുന്നവർ, ഇൻ്റർവ്യൂവിൽ നന്നായൊന്നും സംസാരിക്കുവാൻ പറ്റാത്തവർ, ഉടമ്പടിയുടെ നേർത്ത വസ്തുക്കൾ നിശ്ചയം കൂടെ സൂക്ഷിച്ചുകൊണ്ട് എൻ്റെ കർത്താവിൻ്റെ ശക്തിയാൽ ഞാൻ വിശ്വാസം ഏറ്റുപറയുമ്പോൾ എൻ്റെ കർത്താവിൻ്റെ നാമത്തെ ഉച്ചരിക്കുകയും അവിടുത്തെ പിതാവായ ദൈവം അവിടുത്തെ ഉയർപ്പിച്ചുവെന്ന് വിശ്വസിക്കുകയും ചെയ്തുകൊണ്ട് ഞാനിത് സ്വീകരിക്കുമ്പോൾ എനിക്കത് അനുഗ്രഹത്തിന് കാരണമാകും. ഉടമ്പടി കാശുരൂപം ചേർത്ത് പിടിക്കുമ്പോൾ നമുക്ക് അമ്മ മാതാവിൻ്റെ വലിയ സാന്നിധ്യവും സംരക്ഷണവുമായത് തീരുന്നു. ഉടമ്പടി ഉപ്പ് ഉള്ളിൽ നമ്മൾ ആഹരിക്കുമ്പോഴും നാം പോകുന്നിടങ്ങളിൽ വിതറുകയും ചെയ്യുമ്പോൾ ദൈവ സാന്നിധ്യത്തെ അവിടെ വിളിച്ചു വരുത്തുകയാണ്. ചോദ്യങ്ങൾ പോലും ചിലപ്പോൾ നമുക്ക് മാറിക്കിട്ടും. ഇൻ്റർവ്യൂ പോലും നമുക്ക് ചിലപ്പോൾ പേരും വീട്ടുപേരും ചോദിച്ച് പറഞ്ഞുവിടും. കാരണം നിനക്ക് വേണ്ടി ശക്തനായവൻ കോട്ടയൊരുക്കി നിന്നെ സംരക്ഷിക്കുകയും നിന്റെ കുറവുകളിൽ നിന്നും ദൈവത്തിൻ്റെ കൃപ കൊണ്ട് നിന്റെ ജീവിതത്തെ സുനിശ്ചിതമായി അനുഗ്രഹിക്കുകയും ചെയ്യും. അതുകൊണ്ട് നാം ഭയത്തിൻ്റെ മക്കളല്ല, മറിച്ച് ദൈവാത്മാവിൻ്റെ ധൈര്യമുള്ള മക്കളാണ്. അമ്മ മാതാവിനെ ചേർത്ത് പിടിച്ച് ഉടമ്പടിയിൽ ജീവിക്കുമ്പോൾ ഓർക്കണമേ, ദാവീദിനൊപ്പം ദൈവമുണ്ടായിരുന്നതിനാൽ എല്ലാ കാര്യങ്ങളിലും വിജയിച്ചതുപോലെ എൻ്റെ ഒപ്പം എൻ്റെ അമ്മ മാതാവും ഈശോയും ഉള്ളതിനാൽ ഞാൻ ഏത് പരീക്ഷകളിലേക്ക് പോകുന്നുവോ, ഏത് ജീവിത പ്രശ്നങ്ങളിലൂടെ ഉഴലുന്നുവോ, എനിക്കത് വിജയം, എനിക്കത് പരിഹാരം, എൻ്റെ ജീവിതത്തിന് അനുകൂലമായത് ദൈവം എനിക്ക് നേടിത്തരുന്നത് വരെയും എൻ്റെ അമ്മ മാതാവ് നിരന്തരം എൻ്റെ കൂടെ നിൽക്കുമെന്ന പ്രത്യാശയിൽ മുന്നോട്ട് പോകണം. അതുകൊണ്ട് നമ്മൾ ഭീരുത്വത്തിൻ്റെ ആത്മാവിനെയല്ല, ആത്മധൈര്യത്തിൻ്റെ ആത്മാവിനെ സ്വീകരിച്ചവരാണ്. ഉടമ്പടി ഈ ആത്മധൈര്യത്തിൻ്റെ ആത്മാവിനെ അമ്മയുടെ പ്രാർത്ഥനയിലൂടെ വർദ്ധിപ്പിച്ചു നൽകി നമ്മുടെ ജീവിതത്തെ സുരക്ഷിതമാക്കും. അതുകൊണ്ട് പരീക്ഷകളിലേക്ക് പോകുമ്പോൾ അമ്മയെ ചേർത്ത് പിടിച്ച് ഈശോയുടെ തിരുരക്തത്തിൻ്റെ സംരക്ഷണയാൽ വിശുദ്ധിയിൽ ആ പരീക്ഷകൾ എഴുതുവാനുള്ള തീരുമാനമെടുത്ത് നിങ്ങൾ അമ്മയെ ജീവിതമേൽപ്പിച്ചാൽ കുറവുള്ളതെന്തോ ആ കുറവ് മാറ്റിത്തന്നുകൊണ്ട് കൃപയുടെ നിറവും അനുഗ്രഹവുമായി അമ്മ ഈശോയിൽ നിന്ന് വലിയ നേട്ടങ്ങൾ നമുക്ക് ഓരോരുത്തർക്കും നേടിത്തരും. അതിനുവേണ്ടി പ്രാർത്ഥിക്കാം. ഈ മകൾക്ക് ലഭിച്ച ഓരോ വിജയത്തിനും അമ്മയ്ക്കും ഈശോയ്ക്കും നന്ദി പറഞ്ഞുകൊണ്ട് കരങ്ങളടിച്ച് ഈ സാക്ഷ്യം സമർപ്പിക്കാം. അത്യപൂർവ ദൈവാനുഭവങ്ങൾ ഇനി നിങ്ങൾക്കും സ്വന്തം. ഈ യൂട്യൂബ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാകുക.